വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സന്തോഷം നിറഞ്ഞ ഡേ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അതിലെന്തായാലും ഫുഡ് ഉണ്ടാവും, പിന്നെ എന്താണ് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, അവരുടെ സ്നേഹം ഉണ്ടാവും, പിന്നെ ഒരു ഗിഫ്റ്റ് അൺബോക്സിംഗ് ഉണ്ട്, പഴയ ഫ്രണ്ടിനെ കാണുന്നതുണ്ട്, എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു ഡേ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ സ്കൂൾ ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പിസ്സ ഉണ്ടാക്കുന്നുണ്ട്. ടോപ്പിംഗ് ആയിട്ട് ചിക്കൻ നഗറ്റ്സും പനീർ ഫ്രൈ ചെയ്തതുമാണ് വെച്ചത് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ചിക്കൻ നഗറ്റ്സ് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടായിരുന്നു പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്ക് ഇഷ്ടമായി. ഈ പിസ്സ സ്റ്റൗവിൽ വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഡീറ്റെയിൽഡായിട്ട് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് ഡീറ്റെയിൽഡായിട്ട് റെസിപ്പി ഇടാം. പിസ്സ സോസൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഹോം മെയ്ഡ് ആയിട്ടുള്ള സോസാണ് കേട്ടോ യൂസ് ചെയ്ത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ കേട്ടോ. നമ്മളുടെ കയ്യിൽ പിസ്സയുടെ ഡോവിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡോവിനകത്ത് ചെയ്യണമെന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ, അത് ഡോ പൊങ്ങാൻ കുറച്ച് സമയം എടുക്കും. അതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ കുറച്ച് പാഴ്സലെടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ പോയി ഫുഡ് കഴിച്ചു, ഫ്രണ്ടിനെ കണ്ടു, കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ ആ ഫോട്ടോസാണ് ഈ കാണുന്നത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് അജി കേട്ടോ. ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചത്, ഞങ്ങൾ സ്കൂൾ ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ സ്കൂൾ കഴിഞ്ഞ് ഇത്രയും വർഷമായെങ്കിലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവർ നാട്ടിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ പുറത്തുള്ളവരൊക്കെ ഉണ്ട്. അപ്പം ആരൊക്കെയാണ് ആ സമയത്ത് അവൈലബിൾ ആവുന്നത് അത് വെച്ചിട്ട് നമ്മൾ ചെറിയ മീറ്റപ്പൊക്കെ നടത്താറുണ്ട്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റൊക്കെ തപ്പി പാർക്കിങ്ങൊക്കെ നോക്കി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറി ഫുഡ് ഓർഡർ ചെയ്തു. നൂഡിൽസ്, ബിരിയാണി, പിന്നെ ഒരു ചിക്കൻ പക്കോട, ജ്യൂസ്, ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതെല്ലാം കഴിച്ചു. നല്ല ഫുഡായിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് കാറിൽ നിന്ന് പെട്ടെന്ന് ഗിഫ്റ്റ് എടുത്തു തന്നു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് അൺബോക്സ് ചെയ്യുന്നതാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. ഇരിക്കാനും സ്നേഹിക്കപ്പെടാനും ആൾക്കാരുള്ളത് തന്നെയല്ലേ മെയിനായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഹാപ്പി ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു 3 പീസ് സൽവാർ സെറ്റായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു റെഡ് കളറിലെ സെറ്റായിരുന്നു. നല്ല ഇഷ്ടമായി എനിക്ക്. പിന്നെ ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു. ഒരു പെർഫ്യൂമല്ല, 2 പെർഫ്യൂം ഉണ്ടായിരുന്നു. അതിലൊരു പെർഫ്യൂമാണ് കേട്ടോ ഇത്. ഇതിനെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല, കാരണം അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ലൈറ്റായിട്ടുള്ളൊരു സ്മെല്ലാണ്, പക്ഷേ അത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായ പെർഫ്യൂം. പിന്നെ മോമോസ്. ഇത്രയൊക്കെ പോരി ഒരു മനുഷ്യന് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കിത് മതി കേട്ടോ. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള മോമോസ്. പിന്നെ ബാക്ക് ഇങ്ങനെയുണ്ട്. എനിക്കൊരു ഗിഫ്റ്റ് ഇല്ലേന്ന് പറഞ്ഞിട്ട് എൻ്റെ കെട്ടിയവനെടുത്ത് സ്റ്റൈൽ ചെയ്തോട്ടോ എനിക്ക് കാണിക്കുന്നുണ്ടോ. താങ്ക് യു ചിക്കുട്ട. ഗിഫ്റ്റിന് മാത്രമല്ല കേട്ടോ, വന്നതിനും ടൈം സ്പെൻഡ് ചെയ്യുന്നതിനും എല്ലാത്തിനും മെയിൻ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.